എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഖവിലക്കെടുക്കാതെ YS ജഗൻമോഹൻ റെഡ്ഡി. ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് YSRCP ക്യാമ്പ് വിലയിരുത്തുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അവർ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായും സൂചനയുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിജയവാഡയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അലക്സ് റാം മുഹമ്മദ്. വിജയവാഡയിലൊക്കെ കറങ്ങി നടക്കുമ്പോൾ സന്തോഷമാണെന്ന് കരുതുന്നു. വിവരങ്ങൾ പറയൂ. എസ് കെ, ഗുഡ് മോർണിംഗ്. വിജയവാഡയിൽ കറങ്ങി നടക്കുമ്പോൾ സന്തോഷമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്ത തന്നെ നമ്മൾ അറിയിക്കുകയാണ്. അതായത് പുറത്തു വന്ന ദേശീയ മാധ്യമങ്ങളടക്കം ദേശീയ ഏജൻസികളടക്കം പുറത്തു വന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ TDPക്കാണ് ആന്ധ്രയിൽ മുൻതൂക്കം പ്രവചിക്കുന്നത്. TDP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. പക്ഷേ പ്രാദേശിക എക്സിറ്റ് പോളുകൾ അങ്ങനെയല്ല താനും. ഏതാണ്ട് പ്രാദേശിക എക്സിറ്റ് പോളുകളിൽ കൂടുതൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. 4ഓളം എക്സിറ്റ് പോളുകൾ TDPക്ക് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. SK പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു 50-50 ചാൻസ് പൊതുവിൽ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയായി ഇവിടെയുണ്ട്. പക്ഷേ അതേസമയം TDP സഖ്യം ഏതാണ്ട് 20-ലധികം സീറ്റ്, ആകെയുള്ള 25 സീറ്റുകളിൽ 20-ലധികം സീറ്റ് TDP സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. നഗരമേഖലകളിൽ അവർക്ക് വലിയ രീതിയിൽ സീറ്റ് കൂടും എന്നാണ് TDP സഖ്യത്തിന്റെ പ്രതീക്ഷ. പക്ഷേ അസംബ്ലിയിലേക്ക് വരുമ്പോൾ അവിടെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് YSR കോൺഗ്രസ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് YSR ക്യാമ്പ് വ്യക്തമാക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം പറയാനുള്ളത് ജഗൻമോഹൻ റെഡ്ഡി വീണ്ടും അധികാരത്തിലേറുമെന്ന് YSR ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ സത്യപ്രതിജ്ഞയ്ക്കുള്ള ചടങ്ങുകൾ ഒരുക്കം ആരംഭിച്ചതായി വിവരമുണ്ട്. വിശാഖപട്ടണത്തായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ വിശാഖപട്ടണത്ത് ആരംഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഹോട്ടലുകളിലൊക്കെ വ്യാപകമായി ബുക്കിംഗ് നടന്നതായി, അതായത് YSR കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കൾക്കുമൊക്കെയുള്ള ബുക്കിംഗ് നടന്നതായുള്ള വിവരങ്ങൾ വ്യാപാരികൾ തന്നെ നൽകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ TDP ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം TDPയുടെ സംസ്ഥാന ഓഫീസ് NTR ഭവനിൽ നമ്മൾ പോയി. അവിടെ വലിയ രീതിയിൽ പ്രവർത്തകരുടെ ആവേശമുണ്ട്. വലിയ രീതിയിൽ പ്രവർത്തകർ അവിടെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിച്ചേരുന്നുണ്ട്. അതിന് വലിയ ആവേശം TDP പ്രവർത്തകർക്കുണ്ട്. SK പ്രധാന ഒരു കാര്യം പറയാനുള്ളത് വിജയവാഡയാണ്. വിജയവാഡയിൽ സാധാരണഗതിയിൽ ഒരു മലയാളം മാധ്യമം വന്ന് ഇത്തരത്തിൽ ഒരു ഇലക്ഷൻ കൗണ്ടിംഗ് റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് വിജയവാഡയിലെ മലയാളികളാണ് പറയുന്നത്. സാധാരണ ഹൈദരാബാദാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് അവർ പരാതി പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കുറേയേറെ മലയാളികളെ ഞാൻ പരിചയപ്പെട്ടു. ഇത് വിജയവാഡയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഓട്ടോ നഗർ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ചായ കുടിക്കുന്ന ഈ കേന്ദ്രത്തിൽ രാഷ്ട്രീയ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. നാളെ ഇലക്ഷൻ റിസൾട്ട് ഉണ്ട്. ചില മലയാളികൾ നമുക്കൊപ്പമുണ്ട്. ചില മലയാളികൾ എന്ന് പറയുമ്പോൾ അവർ കഴിഞ്ഞ 20-30 വർഷമായി 40 വർഷമായൊക്കെ ആന്ധ്രയിൽ തങ്ങുന്നവരാണ്, ഇവിടെ ജീവിക്കുന്നവരാണ്, ഇവിടെ വോട്ട് ചെയ്യുന്നവരാണ്. അവരോട് ഈ ഗ്രൗണ്ട് റിയാലിറ്റിയെ പറ്റി കൂടി ചോദിക്കുക. അതായത് ഈ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ പറ്റിയും അതേസമയം തന്നെ ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് കൂടെ ചോദിക്കുക. എക്സിറ്റ് പോൾ ഫലങ്ങൾ സാധാരണയായി TDPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയാണോ ഒരു താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യം? അങ്ങനെയാണ് ഈ പ്രാവശ്യം ജഗൻമോഹൻ റെഡ്ഡി തന്നെ വരുന്ന ആ ചാൻസ് 50-50 ചാൻസ് അങ്ങനെയാണ് കാണുന്നത്. ചന്ദ്രബാബുവിൻ്റെ ഈ പ്രാവശ്യത്തെ മുസ്ലിം വോട്ടും മറ്റേ ക്രിസ്ത്യൻ വോട്ടൊക്കെ കുറേ മാറിക്കാണും. ജഗൻ തന്നെയാണ് വരുന്നത്. ജഗൻ വരാനാണ് സാധ്യത പാർലമെന്റിലേക്ക്? ജഗൻ തന്നെയാണ് വരാൻ സാധ്യത. അങ്ങനെയാണ് പൊതുവിലൊരു വിലയിരുത്തുന്നത്. ജഗൻ തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. കാരണം 23 സീറ്റിൽ നിന്ന് ഇത്രയും പിടിക്കാനുള്ള സാധ്യത കുറവാണ്. ജഗൻ തന്നെ വീണ്ടും വരാനാണ് ഇവിടെ പൊതുവേ ഉള്ളൊരു അഭിപ്രായം. മലയാളികളുടെ വലിയ സാന്നിധ്യം ഈ മേഖലയിൽ അല്ലേ? മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടോ? SK അതാണ് അവർ പറയുന്നത്. അതായത് ഈ 25 സീറ്റിൽ 23 സീറ്റ് YSR കോൺഗ്രസിനുണ്ട് പാർലമെന്റിലേക്ക്. അത് മറികടക്കുക പ്രയാസമെന്ന് പറയുന്നു. 175 സീറ്റാണ് അസംബ്ലിയിലേക്ക്. അതിൽ 151 സീറ്റ് നേടിയാണ് കഴിഞ്ഞ തവണ ജഗൻമോഹൻ അധികാരത്തിലെത്തിയത്. 23 സീറ്റാണ് TDPക്ക് കിട്ടിയത്. ആ 23 എന്നുള്ളത് 100 അല്ലെങ്കിൽ 100-ന് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രയാസകരമാണെന്ന് കരുതുന്നു. എന്താണെങ്കിലും YSR കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഒരു 90 മുതൽ 104-ഓ 110 സീറ്റ് വരെ നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് YSR കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. SK ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിജയവാഡയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ആന്ധ്ര രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കുകൾ പരിശോധിക്കുന്ന റിപ്പോർട്ടുകൾ വിജയവാഡയിൽ തീർത്തും പ്രതീക്ഷിക്കാം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.